ബൈ ദ വേ ഗൈസ് ഇന്നലെ കണ്ടപ്പോൾ ആ ഷോപ്പിൽ നിന്ന് വിട്ട് വേറെ ഷോപ്പിലേക്കാണ് പോവാണ് ഗൈസ്. ആ ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരെ വേറെ ഷോപ്പിലും കൂടി പോയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സ് കിട്ടുന്ന ഡൗട്ടിൽ നിൽക്കണം ഗൈസ്. ഉള്ളിൽ കയറാൻ പറ്റില്ല, കാരണം ഷൂ കഴിക്കണം, അത് ബാനാന്ന് ഗൈസ്. അപ്പോൾ അങ്ങനെ ഉള്ളൊന്നും കയറിയില്ല. അങ്ങനെ പുറത്ത് ഞാൻ പോസ്റ്റായി നിൽക്കണം ഗൈസ്. 3 അകത്ത് പോയി എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒന്നും നോക്കിയില്ല ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് ബാനായി. പക്ഷേ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നേരെ ഷൂ ഞാനകത്തേക്ക് കയറിയൊക്കെയുള്ള കാര്യം അവർ ഡ്രസ്സൊന്നും എടുത്തില്ല. അത് സെലക്ട് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എടുക്കുമെന്ന് അള്ളാഹ് പെടുത്തിനറി. അങ്ങനെ കുറേ ടൈം കാത്തുനിന്ന് അവസാനം അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട അങ്ങനെ നേരെ വേറെ സ്പോട്ടിലേക്ക് വിട്ട് ഗൈസ്. ഇപ്പോൾ നേരെ അവിടെ ഡ്രസ്സ് എടുക്കുമെന്ന് ആർക്കറിയാം. അങ്ങനെ നേരെ പോയി അവസാനം വേറെ ഷോപ്പിലേക്ക് കയറി ഗൈസ്. അങ്ങനെ അവിടുന്ന് അവസാനം ഡ്രസ്സ് എടുത്തുവെന്ന് പറയാം, എടുത്തില്ല, അങ്ങനെ ഫിക്സ് ആക്കിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു മോഹൻതകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശന്നപ്പോൾ നേരെ പോയി നമ്മൾ ഹോട്ടലിൽ വെച്ച് നമുക്ക് ഫുഡ് തരാനുള്ള സ്ഥലമുള്ളൂ. അങ്ങനെ നേരെ അവിടെ പോയി നല്ല നെയ്പ്പത്തിനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ആ ചങ്ങായി നോട്ടമൊക്കെ നെയ്പ്പത്തിലേക്ക് അവരാണെങ്കിൽ നോക്കുന്ന കുറുക്ക നോക്കിയാൽ പറയുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ചില്ലിയും നെയ്പ്പത്തിലെത്തി. അങ്ങനെ എല്ലാവരും അടിയോടി സമയം രാവിലെ ഏകദേശം 3 മണിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം കണ്ടത് ഈ ഒരു കാഴ്ചയായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ അവിടെ ഫണ്ട് എത്ര ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 500 താഴെ എത്ര പറയുമോ ഗൈസ്. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ പെട്രോൾ അടിച്ചൊക്കെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ, ബാക്കി നാളെ.